എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ നമ്മൾ PSCയുടെ കോണ്ടന്റ്സും ഇട്ട് തുടങ്ങുന്നുണ്ട്. ഇത്രയും നാൾ നമ്മൾ ഇംഗ്ലീഷിന്റെ മാത്രമാണ് ഇട്ടിരുന്നത്. ഇനി തൊട്ട് നമ്മൾ മറ്റ് സബ്ജക്ട്സിന്റെയും കൂടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PSCയുടെ കോണ്ടന്റ്സ് ഇടാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നീതി ആയോഗ്. ഏതൊരു മത്സര പരീക്ഷ എടുത്താലും അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് വരുന്നൊരു ചോദ്യമാണ് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ, അല്ലേ? നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ടൊരു പാഠഭാഗമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും വിടരുത്. ഇപ്പോൾ LDC എക്സാം ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കാം. ഓക്കെ, നീതി ആയോഗ് നമുക്ക് അറിയാം. നീതി ആയോഗിന്റെ ഫുൾ ഫോം പലപ്പോഴും പല പരീക്ഷകളിലും ചോദിച്ചു കേട്ടിട്ടുണ്ട്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്, അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, അതാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ NITI എന്നുള്ളതാണ്. സ്പെല്ലിങ്ങും കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, അതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഈ നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ള ദിവസം, അല്ലെ, ആ ഒരു തീയതി അടക്കം ചോദിച്ചിട്ടുണ്ട്. എന്നാണ് നീതി ആയോഗ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നുള്ളത് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 തീയതിയാണ്. 2015 ജനുവരി 1 തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. ആ ഒരു ഡേറ്റ് പ്രത്യേകം ഓർത്തോളുക കേട്ടോ. ഓക്കെ, അപ്പം ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് ഇന്ത്യയിൽ നീതി ആയോഗ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ ആസൂത്രണത്തിന് വേണ്ടിയിട്ട് നേരത്തെ പ്ലാനിംഗ് കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. അതും കൂടി ഓർക്കുക. ഓക്കെ, നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 2015 തന്നെയാണ്, അല്ലെ? 2015 ജനുവരി 1 നീതി ആയോഗ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. 2015 ഫെബ്രുവരി 8 തീയതി, അതായത് ഒരു മാസത്തിന് ശേഷം, 1 മാസവും 8 ദിവസവും, അല്ലെ? അതിനുശേഷം, അതായത് 2015 ഫെബ്രുവരി 8 തീയതിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ആ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ സമ്മേളനം ഇത്രയും നാൾ എന്നാണ് ആരംഭിച്ചത്, അല്ലെ? ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ടാണ് പലതവണ. അപ്പം ഈ ഒരു ചോദ്യം ഒരുപക്ഷെ ഒരു പുതിയൊരു ചോദ്യമായിട്ട് ചിലപ്പോൾ LDCയിലൊക്കെ വന്നാലോ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സാധ്യതയാണ്. എല്ലാം ഒരു ഗസ്സാണ്, പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം 2015 ഫെബ്രുവരി 8 തീയതിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. ഈ നീതി ആയോഗിന്റെ അധ്യക്ഷൻ എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷനായിട്ട് ഉള്ളത്, അല്ലെ? ഇപ്പൊ ആരായിരിക്കും? ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹമാണ് നീതി ആയോഗിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. എപ്പോഴും പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരി, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ ബുക്കാണ് ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് എന്ന് പറഞ്ഞത് ആരുടെ പുസ്തകമാണ് എന്നുകൂടെ ഒരുപക്ഷെ ചോദ്യം വന്നാൽ അരവിന്ദ് പനഗരിയ, അതായത് നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷനായിട്ടുള്ള അരവിന്ദ് പനഗരിയുടെ ബുക്കാണ് ഏത്? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓർത്തേക്കുക. ഇനി നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? പ്രഥമ ഉപാധ്യക്ഷൻ നമ്മൾ പറഞ്ഞു അരവിന്ദ് പനഗരിയാണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ കെ ബറിയാണ്. സുമൻ കെ ബറിയാണ് നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ വൈസ് ചെയർമാന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയും അതേ റാങ്കും ഉണ്ടായിരിക്കണം. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷന് വേണ്ടുന്ന യോഗ്യത എന്താ? അല്ലെ, അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും പദവിയും ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് നീതി ആയോഗിന്റെ പ്രഥമ CEO, നീതി ആയോഗിന്റെ പ്രഥമ CEO ആരാണ്? സിന്ധുശ്രീ കുള്ളറാണ്. അപ്പൊ ഇപ്പോഴത്തെ CEO ആരാണ് നീതി ആയോഗിന്റെ? BVR സുബ്രഹ്മണ്യൻ. കേട്ടോ, അപ്പൊ അത് ഓർത്തോണം. നീതി ആയോഗിന്റെ CEOയുടെ പേരും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യെസ്. ഇനി നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ,
എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രി ആദ്യമേ ഓർത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങളാണ്. ഇനി ഇവർ മാത്രമാണോ? അല്ല. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനുണ്ട് അല്ലെ. പിന്നെ സ്ഥിരം അംഗങ്ങളുണ്ട്. 5 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. അതുപോലെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO. ഇത്രയും ആൾക്കാരാണ് നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ. ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ. കേന്ദ്രഭരണ പ്രദേശത്തിലോട്ട് വരുമ്പം അവിടെ ആരാണുള്ളത്? ലഫ്റ്റനന്റ് ഗവർണർമാർ അല്ലെ. അപ്പൊ അവരുണ്ട്. പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനുണ്ട്. CEO ഉണ്ട് നീതി ആയോഗിന്റെ. പിന്നെ അതുപോലെ തന്നെ സ്ഥിരം അംഗങ്ങളുണ്ട്. 5 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. ഇവരെല്ലാം ചേരുന്നതാണ് നീതി ആയോഗിന്റെ ഭരണസമിതി എന്ന് പറയുന്നത്. ഓക്കെ, ആള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 2022-23 കൂടിയിട്ട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 2022-23 കൂടിയിട്ട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. എന്താണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2022-23 കൂടിയിട്ട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ഇനി 2022 ഏപ്രിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഊർജ കാലാവസ്ഥാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമതെത്തിയത് ആരായിരിക്കും? ഗുജറാത്ത്. അപ്പൊ 2022 ഏപ്രിലിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഊർജ കാലാവസ്ഥാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയത് കേരളവും 1ാം സ്ഥാനത്ത് ഗുജറാത്തും ആയിരുന്നു. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഓഫ് ഇന്ത്യ ഇൻഡെക്സ് 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനവും കേരളമാണ്. അപ്പൊ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് 2020-21 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം ആയിരുന്നു. ഓക്കെ, 2021 നീതി ആയോഗ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടക. 2021 നീതി ആയോഗ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടക. അപ്പോൾ അതത്രയും ഓർത്തോണം, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ പലപ്പോഴും പ്രസ്താവന ചോദ്യമായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. ഒന്നാമത്തെ ലക്ഷ്യം വ്യവസായ സേവന മേഖലകളിൽ, സത്യത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, വളരെ ചുരുക്കി പറയുന്നതാണ് കേട്ടോ, പെട്ടെന്ന് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഒന്നാമത്തേതാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അപ്പൊ മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അല്ലേ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് അല്ലേ. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മറ്റൊരു ലക്ഷ്യമാണ് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ പദ്ധതി രേഖ തയ്യാറാക്കുക. UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ പദ്ധതി രേഖ തയ്യാറാക്കുക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. സഹകരണ ഫെഡറലിസം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതുപോലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ
നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണന ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സമ്പദ്ഘടനയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇത്രയുമാണ് നീതി ആയോഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ചിലത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ചുരുക്കി എന്നാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് പഠിക്കണം. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്, അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ ആരാണ്, ഇപ്പോഴത്തെ CEO ആരാണ്, എല്ലാം പഠിക്കണം. നീതി ആയോഗ് എന്നാണ് തുടങ്ങിയത്, എന്തിനു പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വളരെ വിശദമായിട്ടാണ് നമ്മളത് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പം ഈ ക്ലാസ് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.